പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയാകുന്നത്. മൃതിയടയുന്നവരുടെ അക്കക്കണക്കുകൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ അർദ്ധനാദം ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലം പരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ, അന്നവും അറിവും മുറിവിനുള്ള മരുന്നും നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യ കൗമാരങ്ങൾ, യുദ്ധങ്ങൾ ബാക്കി വെക്കുന്ന നഷ്ടങ്ങളുടെ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിക്കാത്ത റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിന് തൊട്ടുമുന്നേ ആഗോള തലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് 276 മില്യൺ ആളുകളായി ഉയർന്നു എന്നതാണ്. നമ്മളാരും യുദ്ധവിമാനങ്ങൾ പറക്കുന്ന നാട്ടിലല്ല ജീവിക്കുന്നത്. ഒലീവ് തോട്ടങ്ങളിൽ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കേണ്ട ഘട്ടങ്ങൾ നമുക്ക് വന്നിട്ടില്ല. സ്വന്തം മാതാവിനെ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നതിനു ശേഷം ആ മയ്യത്ത് കുഴിയിലേക്കിട്ട് കുഴിച്ചു മൂടി വരുന്ന ടാങ്കറുകൾക്ക് നേരെ കല്ലെറിയുന്നവൻ തീവ്രവാദിയും അവനെ വെടിവെച്ച് കൊല്ലുന്നവൻ സമാധാനത്തിന്റെ അപ്രദാസിയുമെന്ന് പ്രസിദ്ധീകരിക്കുന്ന നാലത്തിന്റെ പ്രതികളല്ല നമ്മൾ. മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ പാവപ്പെട്ട ഗസ അവരാരും ആരെയും ആക്രമിക്കുന്നവരോ അവരെ വെറുതെ ആക്രമിക്കുന്ന ഇസ്രായേലി സമുദായം 70 വർഷങ്ങൾക്ക് മുന്നേ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അലങ്ങി തിരിഞ്ഞ് നടന്ന സമുദായമാണ് ജൂതമത വിഭാഗം. അവരുടെ മനസ്സിരിപ്പും അവരുടെ അവസ്ഥയും അറിയുന്നത് കൊണ്ട് ഒരു രാജ്യവും അവർക്ക് അഭയം നൽകിയില്ല. അവസാനം അവർ ഖുദ്സിന്റെ നാട്ടിലെത്തുകയാണ്. മനുഷ്യത്വവും മമതയും പഠിച്ച പാലസ്തീൻ എന്ന കുഞ്ഞു രാജ്യം അവർക്ക് അഭയം നൽകുകയാണ്. എന്നിട്ടാണ് അവരുടെ ചോര കുടിക്കുന്ന നെറികേടിന്റെ അവസ്ഥയാണ്. KG പ്രായത്തിലുള്ള കുട്ടികൾ എഴുതി വെച്ചു അവരുടെ വസിയത്ത്. മഷി പുരണ്ട പേപ്പറിൽ അവരെഴുതി വെച്ചത് എന്താണ്? അവർ കളിക്കുന്ന കളിപ്പാട്ടങ്ങളും ആ കുഞ്ഞുടുപ്പുകളും ആർക്ക് കൊടുക്കണമെന്ന് അവർ വസിയത്ത് എഴുതി വെച്ചു. ഉമ്മയിൽ നിന്നും എളാമയിൽ നിന്നും വാങ്ങിയ പൈസയുടെ കണക്ക് അവർ മഷി പുരണ്ട പേപ്പറിൽ എഴുതി